അപ്പോൾ ദാ നമ്മളുടെ ഫ്ലവർ ഷോ ഇപ്രാവശ്യം ഇങ്ങനെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചായതുകൊണ്ട് വലിയ വിപുലീകരിച്ചൊന്നുമില്ല. പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ സെയിൽ നടത്തുന്നത് ഒട്ടുമില്ലായിരുന്നു. പിന്നെ ഞാൻ ആവശ്യപ്പെട്ട ഒരു വഴുതന തൈയും ഒരു കറിവേപ്പിൻ്റെ തൈയും കിട്ടി, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ്. പിന്നെ എനിക്ക് അങ്ങനത്തെ പ്ലാന്റ്സ് ഒന്നും വേറെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ചെടികൾ ഞാനിപ്പോൾ ഒട്ടും വാങ്ങിച്ച് സ്ഥലം കളയാറില്ല. ചെടി നട്ട് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് വെറുതെ നമ്മൾ വെള്ളം നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ. എപ്പോഴും അതിൻ്റെ പുറകെ നടക്കണം. 6 മാസം കൂടുമ്പം മണ്ണ് മാറണം, വളമിടണം, വേറെ ചട്ടിയാക്കണം, അങ്ങനെ ഒത്തിരി പ്രശ്നം. അതിനിപ്പം എനിക്ക് അങ്ങനെ പറ്റത്തില്ല. പണ്ടത്തെ പോലെ അല്ലല്ലോ. എനിക്കിപ്പോൾ തിരക്ക്, യൂട്യൂബ്, കോഴി വളർത്തൽ, വേറെ ഒത്തിരി തിരക്കുകളുണ്ട്. ഒത്തിരി കാര്യങ്ങളിങ്ങനെ കൊണ്ടുപോകുമ്പം ഇതെനിക്ക് ശ്രദ്ധിക്കാനും പറ്റുകയില്ല, വെള്ളം പാഴാക്കാനും പറ്റുകയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇപ്പോൾ ചെടികൾ വാങ്ങിക്കാറില്ല. പിന്നെ ആരൻ ബൊഗെയിൻവില്ല വേണം, നിറച്ച് വീടിന് ചുറ്റും വെക്കണം, എനിക്ക് അതിൻ്റെ പൂ ഇഷ്ടമാണ്, റോസ വേണം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പിടിച്ച് കുറേ ഇപ്പോൾ ഒരു വർഷമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ പുള്ളി എൻ്റെ ഭാഗ്യത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബൊഗെയിൻവില്ലയും റോസയും ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ പുള്ളി അത് ഓർത്തില്ല. ഇനിയിപ്പം പൈസ മുടക്കാനായിട്ട് ഞാൻ സമ്മതിക്കുമോ എന്നോർത്താണ്. പക്ഷേ ചോദിച്ചു പോലും ഇല്ല കേട്ടോ. ഞാനും ഓർത്ത് എന്നെ മിണ്ടാൻ നിൽക്കുന്ന ബൊഗെയിൻവില്ല കണ്ടപ്പോൾ എൻ്റെ ചങ്കിടിച്ചായിരുന്നു. പക്ഷേ പറഞ്ഞാൽ വാങ്ങിക്കേണ്ടിയും വരും. കാരണം അവൻ നല്ല ഒരു പെർഫെക്റ്റ് ആളായതുകൊണ്ട് അവൻ പറയുന്നതൊക്കെ ചെയ്യാൻ നമുക്ക് തോന്നും. അവൻ അങ്ങനത്തെ ആവശ്യമില്ലാത്തൊന്നും പറയത്തുമില്ല. അവന് ഒരു ഡീസൻറ്റ് മാന്. അതുകൊണ്ട് പിന്നെ എന്തോ എൻ്റെ ഭാഗ്യത്തിന് പറഞ്ഞില്ല. പിന്നെ ഫ്ലവർ ഷോ ഞാൻ പറഞ്ഞല്ലോ, വലിയ വിപുലീകരിച്ച് ഇപ്രാവശ്യമില്ല. ഉള്ള ഇടയ്ക്കകത്ത് അവരെല്ലാം ഭംഗിയായി ചെയ്തു കേട്ടോ. ആരെയും ഒന്നും പറയാൻ പറ്റത്തില്ല. നന്നായിട്ട് ചെയ്തു, ഭംഗിയായിരുന്നു. ഒത്തിരി വിശാലമായ അല്ലെങ്കിലും ഉള്ള ഇടയ്ക്കകത്തെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല. പിന്നെ നമ്മൾ ഈ എല്ലാ വർഷവും ഇതൊക്കെ തന്നെയല്ലേ. ജനിച്ചപ്പോൾ തൊട്ട് ഫ്ലവർ ഷോ എന്ന് തുടങ്ങി അന്ന് മുതൽ നമ്മൾ ഈ കാണുന്നതുകൊണ്ട് പുതുമ തോന്നത്തില്ലെന്നേ ഉള്ളൂ. 70 രൂപ ടിക്കറ്റ് ഒരാൾക്ക്. പിന്നെ ഇതൊക്കെ എല്ലാ വർഷവും ഉള്ളത് തന്നെയാണ്. പിന്നെ കൊച്ചല്ലേ, അതിനെ ഇങ്ങനെ നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോകണം. പിള്ളേരെയൊക്കെ നമ്മൾ അങ്ങനെയൊന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർക്ക് ഈ സ്കൂളും ചർച്ചും വീടും അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പം ഈ യൂത്ത് മീറ്റിങ്ങൊക്കെ വെക്കുന്നതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റും. അല്ലാതെ ഒന്നും ഇവിടെ അപ്പൻ വരുമ്പോഴല്ലേ ഒന്ന് ടൂറൊക്കെ കൊണ്ടുപോകുന്നത്. അത് 3 വർഷം കൂടുമ്പോഴും ഒക്കെയാണ് വരുന്നത് ലീവിന്. അപ്പം പിള്ളേർ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് കൊണ്ടുപോയില്ലേ, അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് കൊണ്ടുപോയില്ലേ അവർക്ക് സങ്കടം വരത്തില്ലേ. ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകും കേട്ടോ. എല്ലായിടത്തും കൊണ്ടുപോകും എന്ന് വെച്ചാൽ വേണ്ടിയെടുത്ത്. ഇത് ഭയങ്കര രസമാണ്. ഇതൊരു തട്ടുകടയാണ്. ഞങ്ങളാ ചേട്ടനോട്, ഇത് പുറത്താണ് വഴി, അവിടുന്ന് വെളിയിലിറങ്ങിയപ്പോഴാട്ടോ ചേട്ടനോട് ഞങ്ങൾ അതിൻ്റെ മെനു ഒക്കെ ചോദിക്കുന്ന. അയ്യോ, കേൾക്കണമായിരുന്നു. ഞാൻ അതിൻ്റെ സൗണ്ട് കളഞ്ഞു. ഭയങ്കര ഒറ്റ ശ്വാസത്തിൽ ഒരു 100 ഐറ്റം അവിടെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേര് പറയാം. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും വേണ്ട, ഞങ്ങൾ ചുമ്മാ ഒന്ന് തിരക്കിയതാണ്. ചേട്ടനിങ്ങനെ പറയുന്ന കേട്ടോണ്ട്. അടിപൊളി തട്ടുകടയാട്ടോ. പിന്നെ ഇത് മറൈൻ മിറാക്കിൾസ് എന്നും പറഞ്ഞ് കോട്ടയത്ത് നാവമ്പടത്ത് പോപ്പ് മൈതാനം എന്ന് പറയും. പണ്ട് പോപ്പ് വന്നത് ഈ ഗ്രൗണ്ടിലാണ്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ പോപ്പ് മൈതാനത്ത് ഇതാണ്ടേ അവിടെ ഒരു പൊട്ടറ്റോ ഇങ്ങനെ ഈ സ്പ്രിങ് പോലെ കട്ട് ചെയ്യുന്ന ഒരു ചെറിയ മെഷീൻ, അതിനകത്ത് വെച്ച് ഒറ്റ പൊട്ടറ്റോ സ്പ്രിങ് പോലെ ഇങ്ങനെ കറക്കി ഇങ്ങനെ സ്പ്രിങ് പോലെ അരിഞ്ഞെടുക്കും. ആ ഒരു പൊട്ടറ്റോ ഒന്ന് മാവി മുക്കി പൊരിച്ച് തരുന്നതിന് 70 രൂപ. അത് അന്യായമാണ്. പിന്നെ ആരെണ്ണം അത് വേണമെന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ട് അത് വാങ്ങിച്ചു. അത് ഈ മറൈൻ മിറാക്കിൾസ് എന്ന് പറഞ്ഞത്
പോപ്പ് മൈതാനത്തുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഫ്ലവർ ഷോ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വേറൊരു കോട്ടേജ് മീറ്റിങ്ങും കഴിഞ്ഞ് യൂത്ത് മീറ്റിങ്ങിന് കയറാൻ പറ്റിയില്ല, ഫോണിനകത്ത് കിട്ടുന്നില്ലായിരുന്നു നെറ്റ്. അപ്പം ഞങ്ങൾ എന്നാൽ ഇവിടെ കയറുമ്പം അത് കേട്ടോണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ഫോണിൽ നെറ്റ് പിടിക്കുന്നില്ല. ഇതാ ഒരു മത്സ്യകന്യക, അയ്യോ അതാ കൊച്ചു ഒരു സ്ലിം ഒരു പെണ്ണ്, ഒരു ലേഡി അതിനകത്ത്. എൻ്റെ പൊന്നോ, അത് കുറച്ച് ഭയങ്കരമായിട്ട് അതിന് ശ്വാസം എടുക്കാൻ വേണ്ടി അത് മേലോട്ട് തലപൊക്കി പോവും. അത് കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ നല്ല നീറ്റായിട്ട് കേട്ടോ, അത് കാണാൻ തന്നെ പേടിച്ചു. എൻ്റെ ചങ്ക് ഇങ്ങനെ പടപടാന്നിരിക്കുക, എത്രയും ആഴത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി ഇങ്ങനെ. അത് മത്സ്യകന്യക, ഫിഷ് പോലെ ഇങ്ങനെ. ഇത് ഈ മറൈൻ മിറക്കിൾസ് എന്ന് പറയുന്ന അതും നല്ലതായിരുന്നു കേട്ടോ. അത് തൊട്ടിയിലാട്ടം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ആരൻ കയറിക്കോട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു പറ്റത്തില്ല, അത്രയോ ഉയരമാണ്. പിന്നെ ഇത് അക്വേറിയമാണ്, അതൊരു ഗുഹ പോലെ ഉള്ളതാണ്, ഇങ്ങനെ വളച്ച അക്വേറിയം, അത് ഗുഹ പോലെ. അതൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഞായറാഴ്ച ദിവസം പോലും റെസ്റ്റ് ഇല്ല. 5:30 ആകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് 6:30 ആകുമ്പോൾ ഓട്ടോ വരുമ്പോൾ ചർച്ചിൽ പോയി 2 സെഷനുണ്ട്. 2 സെഷനും 7:30 തൊട്ട് 9:30 വരെയും, അത് കഴിഞ്ഞ് 10:30 തൊട്ട് 1:30 വരെയുള്ള 2 സെഷനും കഴിഞ്ഞ് ഇടയ്ക്ക് 9:30 തൊട്ട് 10:30 വരെ ഇവർക്ക് സൺഡേ സ്കൂളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ 3 ആവും എത്തുമ്പം, അവിടെ ചർച്ചിൽ നിന്ന് കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ ഉടനെ കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, പിന്നെ യൂത്ത് മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ തിരക്കാം. എന്നാൽ പോലും അതിൻ്റെ ഇടയ്ക്ക് ആരെണ്ണ ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ കൊണ്ടുപോകും. ഒരു സൺഡേ ചർച്ചിൽ നിന്ന് നേരിട്ട് ലുലു മോളിൽ കൊണ്ടുപോയില്ലേ. അപ്പോൾ ഇന്ന് ഇത് രണ്ട് കാര്യങ്ങൾ നടന്നു. ഫ്ലവർ ഷോയും കണ്ടു, ഈ ഇതും കണ്ടു. അപ്പം അങ്ങനെയൊക്കെ എല്ലാം ഞാൻ കൊണ്ടുപോകും കേട്ടോ. ഭക്ഷണമൊക്കെ മേടിച്ചൊക്കെ കൊടുക്കും. അവിടെ ഉണ്ടായിരുന്ന അവന് വേണ്ടിയ ചീസ് ഇതില്ലേ, കോൺ, എന്താ പറയുന്നത്, പോപ്കോൺ, അത് ചീസ് പോപ്കോൺ. എൻ്റെ പൊന്നോ, 70 രൂപയാണ്. എന്നാ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാ ടേസ്റ്റ്. കോട്ടയത്തുള്ളവർ അവിടെ പോവുകയാണെങ്കിൽ ആ എൻട്രൻസിൽ തന്നെ ഉണ്ട്, വാങ്ങിച്ച് കഴിക്കണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ.